കോട്ടയം നാട്ടകത്തെ കാട്ടിൽക്കടവിൽ തോട് വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിച്ചത്. സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യമാണ് തോടിനെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന തോടുകൊണ്ട് ഇപ്പോൾ ഒരു പ്രയോജനവും ഇല്ലാതായിരിക്കുകയാണ് അവിടെ. കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. നഗരസഭയിലെ 22-ാം വാർഡ്. കണ്ണങ്കര പാലത്തിനടിയിലൂടെ ഒഴുകുന്ന ഈ തോട് ഇപ്പോൾ മാലിന്യവാഹിയാണ്. സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം കൊണ്ട് തോട് നിറഞ്ഞു. ഒഴുക്ക് നിലച്ച് ദുർഗന്ധം വമിക്കുന്ന തോട് ഇപ്പോൾ നാട്ടുകാർക്കും ദുരിതമായി മാറി. വൃത്തിയാക്കണമെന്ന ആവശ്യമുയർന്നിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളുടെ MLA ഇവിടുന്ന് കയറിപ്പോയി ഞങ്ങളെ ഇങ്ങോട്ട് നോക്കുന്നു പോലും ഇല്ലെന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം. ഇത്രയും വീട്ടുകാരാണ് കഴിയുന്നത്. 1-2 വീട്ടുകാരില്ല, കുറേ ആൾക്കാരുണ്ട് ഇവിടെ താമസിക്കുന്നത്. അങ്ങേ അറ്റം വരെ ഉണ്ട്. ഞങ്ങൾക്ക് ആകെ ഇവിടെ വേണ്ടത് കുടിവെള്ളമാണ്. കുടിവെള്ളം പിന്നെ ഈ തോടിന്റെ പ്രശ്നമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളെ ബാധിക്കുന്നത്. വെള്ളത്തിന്റെ ആവശ്യത്തിനായി നാട്ടുകാർ പണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ തോടാണ്. എന്നാൽ ഇപ്പോൾ തോട് മലിനമായത് കൂടാതെ സമീപത്തെ ജലസ്രോതസ്സുകളും മലിനപ്പെട്ടു തുടങ്ങി. നഗരസഭയിൽ നിന്നും ലഭിക്കുമെന്ന് പറഞ്ഞ കുടിവെള്ളം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ പരാതികൾ നൽകിയിട്ടും യാതൊരു പ്രയോജനവുമില്ലാതായതോടെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഈ നാട്ടുകാർ വന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിലെങ്കിലും തോട് വൃത്തിയാക്കി നൽകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്ത് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് കാലമായി അവിടെ ഉണ്ടായിരുന്ന തോടാണ്. അതിപ്പോൾ മലിനമായതോടുകൂടി തന്നെ സമീപത്തെ ജലസ്രോതസ്സുകളെല്ലാം ഇല്ലാതായ അവസ്ഥയുമാണ്. മാത്രമല്ല മാലിന്യം മൂലം തോട്ടിൽ നിന്ന് വരുന്ന ദുർഗന്ധം പ്രദേശവാസികൾക്കാകെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുമുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44-ാം വാർഡ് കണ്ണങ്കര പാലത്തിൻ്റെ അവിടെ നിന്നുള്ള തോടാണ്. ആ തോട് മുഴുവൻ മലിനമായിട്ടും പിന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓയിൽമയവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. ഇപ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം അവിടുന്ന് പാലത്തിൻ്റെ അവിടുന്ന് ഈ അഴുക്കെല്ലാം ഒഴുകി വന്നിട്ട് ഈ വെള്ളം ഒട്ടും ഉപയോഗിക്കാൻ മേല. ഇവിടെ 2-3 കൂട്ടുകാർ 4-5 വീട്ടുകാർ ഈ വെള്ളം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം പരാതിപ്പെട്ടത് മുനിസിപ്പാലിറ്റി ഞങ്ങൾ പല പ്രാവശ്യം പരാതിയും കൊണ്ട് ചെന്നതാണ്. പക്ഷേ ശരിയാക്കി തരാമെന്ന് പറയുന്നല്ലത് ഈ 10 വർഷമായിട്ട് കുടിവെള്ളത്തിൻ്റെ കാര്യം ശരിയാക്കാമെന്ന് പറയുന്നല്ല, ശരിയാക്കി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് കുടിവെള്ളമില്ല. 2018 മുതൽ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. പിന്നെ ഈ തോടിൻ്റെ അവസ്ഥ കണ്ടോ? ഈ നാട്ടുകാർ മുഴുവൻ വേസ്റ്റ് വലിച്ചെറിയുക. MLA പറയണോ, മെമ്പറോട് പറയണോ, ആരോടെ പറയണ്ടേ? ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. അതിനൊരു പരിഹാരം. തോടിൻ്റെ കാര്യം ഇവർ പറയുന്ന 100% സത്യമാണ്. കാരണം ഇതിനകത്ത് നമുക്ക് നഗരസഭയിൽ ഈ തോട് ക്ലീൻ ചെയ്യാൻ 1 രൂപ കിട്ടിയിട്ടില്ല. MLA ഈ പ്രദേശത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.